ഹലോ മച്ചാന്മാരെ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു നിധിയാണ്. ഇവിടെ കാട് പിടിച്ചിരിക്കുന്ന ഒരു കിണറെന്ന് പറയാം, എന്തെന്ന് പറയാം എനിക്കറിയില്ല. നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക. എന്ന് പറയുമ്പോൾ ഇതൊരു പൊട്ടക്കിണറാണ്. ഇത് കുറേ കാര്യങ്ങളായിട്ട് ഇതിൽ വെള്ളവും കാര്യങ്ങളൊന്നും മറ്റില്ല. ഇതിൽ ഞാൻ ഫിഷിങ്ങിന് വന്നേക്കാണ്. വെള്ളം ഉണ്ടെങ്കിൽ ചൂണ്ടിടും ഞാൻ. വെള്ളം ഉണ്ടെങ്കിൽ എന്തുണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇതിലെന്തുണ്ടെന്നൊക്കെ, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എന്നൊക്കെ അറിയാൻ പറ്റില്ല. പാമ്പോ പഴുതാരോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതിൽ. അപ്പോൾ ഇതിലിനി മീനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇനി അടുത്ത കുളത്തേക്ക് പോകാം. നിങ്ങൾക്ക് അടുത്ത കുളത്തേക്ക് പോവാം. എന്നിട്ട് നമുക്കവിടെ ചൂണ്ടിയിടാം. അവിടെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിയിടാം. കുളത്തേക്ക് പോണ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത്. പോണേക്ക് ഞാൻ കണ്ടതാണ്. നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ 2 ആടുകളിൽ നിന്ന് പുല്ല് തിന്നുന്നത് ഞാൻ കാണുന്നത്. 2 ആടുകളിൽ നിന്ന് പുല്ല് തിന്നുന്നത്. ഇതിൽ പുല്ല് പിടിച്ച സ്ഥലത്തോട് പറയുന്നത് ചൂടുകാലമായ കാരണം പാമ്പ് മറ്റു കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പാമ്പ് കടിക്കും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ നേരെ കുളത്തിലേക്ക് പോവാണ് ചൂണ്ടിടാൻ. വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിടാൻ പറ്റില്ല. വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടാൻ പറ്റില്ല. അപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ കുളത്തിനോട് എത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ അങ്ങ് കാണുന്നതാണ് കുളം. അവിടെ ചെളി വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നുണ്ട്. ചെളി വെള്ളം അതിൻ്റെ വേനൽക്കാലമായി കാണാം. വെള്ളം അങ്ങനെ അതിൻ്റെ അവിടെ ചെന്നിട്ട് അത്ത വീട് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വെള്ളം വറ്റിയിരിക്കുന്ന വേനൽക്കാലമായി കാണാം. അപ്പം നമ്മൾ മീനൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇറങ്ങി നോക്കാം. അതിന് ശേഷം നമുക്ക് മീനെ പിടിക്കണോ വേണ്ടി നമുക്ക് ഇനി പിന്നിട്ടുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് ഇറങ്ങാണ് ചമരെ. പഴയുടെ കമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ മാറ്റിയിട്ടാണ് നമുക്ക് ഇറങ്ങാൻ. ഇങ്ങനെ വഴുക്കലൊക്കെ ഉണ്ടാവും. ചേറെടുക്കാത്ത ഒരു കുളം എന്ന് പറയാം. എൻ്റെ അപ്പൂപ്പന്മാരുടെ കാലത്തുള്ള കുളമാണ്. ഇതിൽ ചേറ് വരെ എടുത്തിട്ടില്ല. ഇത് ആദ്യം മനക്ക കുളമായിരുന്നു. പിന്നെയാണ് ആൾക്കാരൊക്കെ വന്നിട്ട് ചൂണ്ടിയിട്ട് മീനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വെള്ളം മഴക്കാലത്താകുമ്പോൾ ഇതിനുള്ളിൽ കൂടെ വെള്ളം വരുന്നതാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കൂടെ വെള്ളം വരും. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കൂടെ വെള്ളം വരും. അപ്പോൾ ഇതുകൂടെ വെള്ളം വന്നിട്ട് ഇതിനുള്ളിൽ കൂടെ വെള്ളം വരും. ഇവിടെ നിന്നാണ് വെള്ളം ഇങ്ങനെ കയറി വരുന്നത്. വെള്ളമായിട്ട് ഇവിടെ നിന്ന് വന്നിട്ട് ഇതിനുള്ളിലേക്ക് വെള്ളം പോകുന്നതാണ്. ഈ പൊത്തിനുള്ളിൽ കൂടെ. ഇത് മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം പോണത്. ആ ഭാഗത്തായിട്ട് വലിയൊരു മാവ് ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു മാവൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അതൊക്കെ വെട്ടിക്കളഞ്ഞു. കുറേ വർഷങ്ങളായി. കുറേ ആൾക്കാരൊന്നും അതിൽ നിന്ന് മാങ്ങയൊക്കെ പെറുക്കൊണ്ട് പോകാറുണ്ടായിരുന്നു. നമ്മളും വന്നു മാങ്ങ പെറുക്കാറുണ്ടായിരുന്നു. ഇതിൽ വെള്ളം കുറവാണ്. അപ്പോൾ മീനൊന്നും നമുക്ക് കാണാനില്ല. മീനൊന്നും നമുക്കിപ്പോൾ കാണാനില്ല. നമുക്കിപ്പോൾ മീനൊന്നും കാണാനില്ല. ഞാനത് മഴക്കാലത്ത് കൊണ്ടുവച്ചാൽ ഇതൊരു ഫിഷിങ്ങിൻ്റെ ട്രാപ്പാണിത്. വെള്ളത്തേക്ക് ഇടണത് ട്രാപ്പിങ്ങാണിത്. ഇപ്പോൾ ഇത് കാല് പിടിച്ചൊക്കെ പോയി. ഇനി ഞാൻ അന്വേഷിച്ചോണ്ടിരുന്ന സംഭവം ഓർമ്മ കിട്ടണല്ലേ ഇത്. അപ്പം അതിനുള്ളിൽ കൂടെ വരണ വെള്ളം ഈ ഭാഗത്തൂടെ തന്നെ വെള്ളം ഇവിടെ ഈ വഴിക്കൂടെ പോകണമെന്നാണ് വെള്ളം. ഇതിവിടെ പോവും. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടത്തിലേക്ക് എത്തും. വെള്ളം കണ്ടത്തിലേക്ക് എത്തും. പിന്നെ കണ്ടത്തിലേക്ക് എത്തും. അങ്ങനെ ഇവിടെ ഒരു കല്ലുണ്ട്. നമുക്കവിടെ ഇരിക്കാം. കഴിഞ്ഞ് ഇതിനുള്ളിൽ കൂടെ വെള്ളം വരും. ഇതും കൂടെ വെള്ളം പോയിട്ട് ഇത് കൂടെ വെള്ളം വരും. ഇതിനുള്ളിൽ കൂടെ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിലേക്ക് അടിക്കുക, ഡിസ്ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഇതിൽ അയച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള വീഡിയോസുകൾ നിങ്ങൾക്കായി ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത വ്യത്യസ്തമായ വീഡിയോയ്ക്ക് കാണാം. ബൈ.